വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. പറയൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തേലും ചെയ്തു എന്നാണോ? നീ ഇങ്ങനെ ഓർത്ത് നോക്കോ, ഒന്ന് ആലോചിച്ച് നോക്കോ, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. എടാ, ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത്, അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല. എനിക്ക് അയാളെ കൊന്നിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാൻ. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ. പ്രണയം പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക. വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. പറയൂ ഷിജോ, അതിന്റെ വിശദാംശം പറയൂ.